അന്ന് മീൻ പൊരിച്ചതും മീൻ കറിയും എല്ലാം കൂടെ 50 രൂപ. നമുക്കിവിടെ ഊണ് മാത്രമേ ഉള്ളൂ? അല്ല, രാവിലെ അപ്പവും മുട്ടക്കറി, താറാമുട്ട. ഇപ്പൊ ചിക്കൻ വേണ്ടാത്തവർക്ക് മീൻ കൊടുക്കും. സുഹൃത്തുക്കളെ, കോഴിക്ക് 190 രൂപ വരെ വിലയാണ് ഈ സമയത്ത്. എന്നാൽ നല്ല ചിക്കൻ ഫ്രൈയും ഊണും കൂടെ ചേർത്ത് നമുക്ക് കിട്ടുന്നത് 80 രൂപ. അതും ചെറിയ പീസൊന്നും അല്ല, നല്ലൊരു കാലിൻ്റെ ഒരു പീസുണ്ട്. ഒപ്പം തന്നെ നല്ലൊരു പീസും കൂടെ ചേർന്ന്. അതല്ല, ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മീൻ ഫ്രൈ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന പുളിഞ്ചിക്ക് അച്ചാർ കണ്ടോ, പിന്നെ തൈരുണ്ട്, പിന്നെ കപ്പയുണ്ട്. പിന്നെ ഈ കൂട്ടുകറികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരും. വാളകത്ത് നിന്ന് നമ്മൾ 5 പോകുന്ന വഴിക്കാണ് ഈ ഒരു ചെറിയൊരു കട. വലിയ ആഡംബരമൊന്നുമില്ല, നമുക്ക് മനസ്സിലായി നല്ല രീതിയിൽ കഴിച്ച് സന്തോഷമായി പോകാൻ നോക്കാം. ചെറിയ കാലമൊന്നും അല്ല കേട്ടോ. ഈ 80 രൂപയ്ക്ക് ഇത് എങ്ങനെ മുതലാവും? ഈ ഒരു ഊണും ഈ ഒരു ചിക്കനും കൂടെ എങ്ങനെ മുതലാവും എന്ന് എനിക്കറിയത്തില്ല. സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിക്കാറൊക്കെ ഉള്ളതാണോ? 8-9 വർഷം കൊണ്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ ചിലപ്പം വന്നൊന്നും വരത്തില്ല. ഏകദേശം എത്ര ഗ്രാം കാണും ഈ ഒരു ചിക്കൻ? ഒരു 200 ഗ്രാം വരും. 200 ഗ്രാം കാണും. അതിൽ കൂടുതലേ വരുള്ളൂ. 80 രൂപയ്ക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. ഇതില്ല, എങ്ങും കിട്ടത്തില്ല. ഇതേപോലെ എങ്ങും കിട്ടത്തില്ല. ഇതേപോലെ കിട്ടുന്ന ഈ ചിക്കനും കാണത്തില്ല, 80 രൂപയ്ക്ക് ഈ മീനും കാണത്തില്ല. അത് സ്പെഷ്യലായിട്ടേ പോകുള്ളൂ. ഇത് സ്പെഷ്യൽ ഇല്ലല്ലോ. എൻ്റെ ഊണിനൊന്നും പ്രശ്നമില്ല. ചിക്കനൊക്കെ തീ പിടിച്ച വിലയാണ്. ആ സമയത്ത് നമുക്ക് ഊണും ഈ ചിക്കൻ ഫ്രൈയും കൂടെ ചേർത്ത് 80 രൂപയ്ക്ക് കിടന്ന ഒരു കട. അത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പനയഞ്ചേരി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ ചേട്ടൻ്റെ ചേച്ചിയുടെ കടയാണ്. അപ്പൊ നമുക്ക് അതിന് കൂടുതൽ വിശേഷങ്ങളാണ്. ചേച്ചി പേരെന്തുവാ? ഇത് എത്ര വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു? 14 വർഷം കഴിഞ്ഞു. 14 വർഷം കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, അറിഞ്ഞു കേട്ട് വരാറുണ്ട്. അന്ന് ഈ ഒരു കട തന്നെയായിരുന്നു. അന്ന് എത്ര രൂപയ്ക്കാണ് കൊടുത്തു തുടങ്ങിയത്? ആദ്യം തുടങ്ങിയത് 40-30, സാധാ ചോറ് 30. ആ സമയത്ത് മീനും കൂട്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് സമയത്ത് അതേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്ന് കഴിക്കാൻ വരുന്നത്. ഇത്രയും സ്ഥലമേ ഉള്ളു. വലിയ ആഡംബരമൊന്നും നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ഇത്രയും സ്ഥലം, ഈ ഉള്ള സ്ഥലത്ത് നമുക്ക് വയറ് നിറച്ച് മനസ്സ് നിറച്ച് തരുന്ന ഊണാണ്. ഞാൻ ആദ്യം ആഹാരം കഴിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണും എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി തന്നതായിരിക്കും. പക്ഷെ അങ്ങനല്ല. അപ്പൊ ഇതാണ് ഒരു ഊണെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി വീഡിയോയ്ക്ക് മാത്രം കാണിച്ചതല്ല, ഇത് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഇത് തന്നെയാണ്. ഇത് 15 കൊല്ലം കഴിഞ്ഞു. എല്ലാവരും 12 മണിയാകുമ്പോൾ തുടങ്ങും അല്ലേ? ഇതാണ് അത്ഭുത കട. ഈ കാണുന്ന കട പ്രണവ് ഹോട്ടല്. ചെറിയൊരു പേരാണ് കേട്ടോ, പ്രണവ് ഹോട്ടല്. ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ വലിയ ലുക്കൊന്നുമില്ല, എന്നാൽ നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോട്ടൽ. തീർച്ചയായിട്ടും ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.